നമസ്കാരം. ഉളുപ്പ് എന്ന മൂന്നക്ഷരത്തിന്റെ അർത്ഥം പോലും ട്രംപിന് അറിയില്ല. പിന്നീട് ഒരു ആലുമുളച്ചാൽ അതും തണൽ എന്ന തരത്തിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. 8 ലോകയുദ്ധങ്ങളാണ് അവസാനിപ്പിച്ചു എന്ന വീരവാദം മുഴക്കി നൊബേൽ സമ്മാനത്തിന്റെ പടിവാതികൾ ചെന്ന ഭിക്ഷാപാത്രവുമായി ട്രംപ് നിന്നത്. നൊബേൽ സമ്മാനത്തിനു വേണ്ടി ഇരക്കുന്ന ലോക നേതാവ് തന്നെ ചരിത്രത്തിലാദ്യമായിരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ താനാണ് കാരണമെന്നുള്ള ട്രംപിന്റെ ആദ്യ നുണക്കഥയ്ക്ക് തന്നെ മർമ്മം നോക്കി ഇന്ത്യ മറുപടി കൊടുത്തതാണ്. എന്നിട്ടും പിന്നെയും നുണക്കഥ പടച്ചുവിടാൻ ട്രംപിനില്ലാത്ത ഉളുപ്പ് ഏറ്റവും ഒടുവിൽ ചെന്ന് നിന്നത് റഷ്യയുമായുള്ള എണ്ണ വ്യാപാര കരാർ ഇന്ത്യ അവസാനിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചുവെന്നും അത് തന്റെ ചെവിയിൽ മോദി അതീവ രഹസ്യമായി മന്ത്രിച്ചു എന്നുമുള്ള കഥയിലാണ്. ഇന്ത്യ യാതൊരു മടിയും കൂടാതെ അത് തള്ളിക്കളഞ്ഞിട്ടും ട്രംപിന് പിന്നെയും അത് ആവർത്തിച്ചു പറയാനുള്ള ഉളുപ്പില്ലായ്മയെ ഇനി എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും അറിയില്ല. ഇതേ വാദം സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലും ആവർത്തിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. എന്നാൽ ഹംഗറി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുന്നതിനെ അദ്ദേഹം ന്യായീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല, അവർ ഇതിനകം തന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. വൈറ്റ് ഹൗസിൽ വെച്ചാണ് ഇരു രാഷ്ട്ര നേതാക്കളും നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ ഇതിനകം തന്നെ കുറച്ചിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നേരത്തെയും സമാനമായ അവകാശവാദം ട്രംപ് നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ ഒരു ഫോൺ സംഭാഷണം നടത്തിയെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. റഷ്യയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ നടപടി. വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ മോദിയോട് ഉന്നയിച്ചതായി US പ്രസിഡന്റ് പറഞ്ഞിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധത്തിന് ധനസഹായം നൽകാൻ ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ സഹായിക്കുമെന്നാണ് വാഷിംഗ്ടൺ പറയുന്നത്. ഊർജ നയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നരേന്ദ്രമോദിയെ അടുത്ത പങ്കാളിയെന്നും ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹം തന്റെ ഒരു അടുത്ത സുഹൃത്താണ് എന്നും തങ്ങൾക്കിടയിൽ മികച്ച ബന്ധമുണ്ട് എന്നും ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെ വിശ്വസനീയമായ ഒരു പങ്കാളിയായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് മറുപടി നൽകി. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇക്കാര്യം ഇന്ത്യ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയം പിന്നീട് അവകാശവാദം തള്ളിക്കളയുകയും ചെയ്തു. ഇരു നേതാക്കളും തമ്മിൽ ഒരു ഫോൺ സംഭാഷണവും നടന്നിട്ടില്ല എന്നായിരുന്നു മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നിട്ടും തന്റെ അവകാശവാദം നിർബാധം തുടരുകയാണ് ട്രംപ്. നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ ഊർജം വാങ്ങുന്നത് നിർത്തിയാൽ നയതന്ത്രത്തിലൂടെയും താരിഫുകളിലൂടെയും ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന US പ്രസിഡന്റിന്റെ ആവർത്തിച്ചുള്ള നിലപാടിൽ ഏറ്റവും പുതിയതാണ് ഈ പരാമർശം. ഇന്ത്യ നാറ്റോ രാജ്യമല്ലെങ്കിൽ പോലും റഷ്യയുമായി വലിയ രീതിയിൽ വ്യാപാര നയതന്ത്ര ബന്ധം പങ്കിടുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ഡൊണാൾഡ് ട്രംപ് പക്ഷേ ഹംഗറിയുടെ കാര്യം വന്നപ്പോൾ നിലപാട് മാറ്റി. റഷ്യൻ ക്രൂഡ് ഓയിലിനെ വളരെയധികം ആശ്രയിക്കുന്ന നാറ്റോ അംഗമായ ഹംഗറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം മാറി. സഹതാപത്തിലൂന്നിയായിരുന്നു പിന്നീട് ട്രംപിന്റെ സംസാരം. പറയുന്നത് മാറ്റി പറയുന്ന അമേരിക്കൻ കാട്ടുരാജാവാണിത്. പിന്നെ തന്റെ ട്രൂത്ത് സോഷ്യൽ മാധ്യമം വഴി മന്ത്രവാദിയെ പോലെ കുറെ കോൺസ്പൈറസി തിയറികൾ. എന്നാലും ഉടുത്തിരിക്കുന്ന ഉടുത്തുണിക്ക് വരെ തീപിടിച്ച് അമേരിക്കൻ ജനത മുഴുവൻ അമേരിക്കയുടെ കാട്ടുരാജാവിന്റെ നെറികെട്ട ഭരണ സിദ്ധാന്തങ്ങൾക്കെതിരെ വാളോങ്ങി നിൽക്കുമ്പോഴും ഈ നുണക്കഥകൾ എങ്ങനെ പടച്ചുവിടുന്നു എന്റെ ട്രംപേ? ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച